ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജന റജിയ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് കുറച്ചധികം ക്വസ്റ്റ്യൻസിലേക്കാണ്, ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ വരാൻ പോലെ, അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് നമുക്കധികം കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചാലോ? യെസ് പോകാം. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് എടുത്തിരിക്കുന്നത് കുറച്ചധികം ക്വസ്റ്റ്യൻസും അതോടൊപ്പം നമ്മൾ സാധാ ക്വസ്റ്റ്യൻസും കുറച്ചധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആണ്. രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും പോസ് ചെയ്ത് വെച്ച് തന്നെത്താൻ ചെയ്ത് നോക്കിയ ശേഷം മാത്രം എക്സ്പ്ലനേഷൻ സെഷനിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീർച്ചപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യമാണ് അതായത് ഐഡന്റിഫൈ റോങ് പെയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിലും അതോടൊപ്പം തന്നെ മലയാളത്തിലുമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, രണ്ടും ഉണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ വരിക, ഇടയ്ക്കിടയ്ക്ക് മലയാളത്തിലും ചോദ്യമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഐഡന്റിഫൈ റോങ് പെയർ, തെറ്റായ ജോഡിയെ കണ്ടെത്താൻ വേണ്ടിയാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമുക്ക് ഓരോ ചോദ്യങ്ങളും വായിച്ചു നോക്കാം. ഒന്നാമതായിട്ട് കൊടുത്തേക്കുന്നത് എന്താണ്? ബോക്സൈറ്റ് ലീച്ചിങ് ആണ്. ബോക്സൈറ്റ് ലീച്ചിങ് എന്ന് കൊടുത്തിരിക്കുകയാണ്. അടുത്ത എന്താണ്? ടിൻ സ്റ്റോൺ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിങ്ക് ബ്ലെൻഡ് ലെവിഗേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. കോപ്പർ പൈറൈറ്റീസ്, പിന്നെ എന്താണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് എവിടെ നിന്നുള്ള ചോദ്യമാണ്? യെസ്, നമുക്കറിയാം ചോദ്യം വന്നിരിക്കുന്നത് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്ന് പറയപ്പെടുന്ന മേഖലയിൽ നിന്നാണ്. എന്താണ് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്ന് പറഞ്ഞാല്? തീർച്ചയായിട്ടും അയിരുകൾ, അതായത് ഓർസ്, അയിരുകളിൽ നിന്നും ലോഹങ്ങളെ, മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യുക, അയിരുകളിൽ നിന്നും ലോഹങ്ങളെ വേർതിരിച്ചെടുക്കുന്ന ഹോൾ പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേരാണ് മെറ്റലർജി അല്ലെങ്കിൽ ലോഹ നിഷ്കർഷണം. ഓക്കെയാണ്. മെറ്റലർജി അല്ലെങ്കിൽ ലോഹ നിഷ്കർഷണം ചെയ്യാൻ എത്ര സ്റ്റെപ്പുകളാണ് ഉള്ളത്? 4 സ്റ്റെപ്പുകൾ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? യെസ്, ഒന്നാമത്തെ സ്റ്റെപ്പ് പെട്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പ് അയിരുകളെ പൊടിക്കൽ, ഗ്രൈൻഡിങ് ഓഫ് ഫോർസ് ആണ്. ഓക്കെ, ഗ്രൈൻഡിങ് ആൻഡ് ക്രഷിംഗ് ഓഫ് ഫോർസ് ആണ്, അയിരുകളെ പൊടിക്കലാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? അയിരുകളുടെ സാന്ദ്രണമാണ്. അയിരുകളുടെ സാന്ദ്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ ഓർ എൻറിച്ച്മെന്റ് അല്ലെങ്കിൽ ഓർ ഡ്രസ്സിങ് എന്ന് വിളിക്കും കേട്ടോ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്യണം. മെറ്റൽ സെപ്പറേഷൻ എന്ന് പറയപ്പെടുന്ന എവിടെയാണെങ്കിൽ മെറ്റൽ എക്സ്ട്രാക്ഷൻ എന്ന് പറയപ്പെടുന്ന സ്റ്റെപ്പാണ് മൂന്നാമത്തത്. അതായത് നമ്മുടെ സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കൽ, സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കലാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെയാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസ്, ലോഹങ്ങളെ ശുദ്ധീകരിക്കൽ. നാലാമത്തെ സ്റ്റെപ്പാണ് എന്ത്? ലോഹ ശുദ്ധീകരണം. ഈ 4 സ്റ്റെപ്പാണ് നമുക്കുള്ളത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് അയിരുകളെ എന്ത് ചെയ്യണം? പൊടിക്കണം. ഓക്കെ, പൊടിക്കാന്ന് വെച്ചാൽ വലിയ പാറക്കഷ്ണങ്ങളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലാവ തണുത്തുറഞ്ഞുണ്ടായിരിക്കുന്ന ഖരപദാർത്ഥങ്ങളായിട്ടോ ഒക്കെ നമുക്ക് ലഭിക്കുന്ന ആ അയിരിനെ പൊടിച്ച് ചെറുതാക്കുക, ഫൈൻ പൗഡറാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ജോലി. അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ആ പൊടിച്ചു വെച്ചേക്കുന്ന അയിരിനകത്ത് കുറച്ച് മാലിന്യങ്ങളുണ്ട്. മാലിന്യങ്ങളെ എന്ത് വിളിക്കണം? പറഞ്ഞു, അപദ്രവ്യം. പേര് ഓർമ്മ വന്നോ? അപദ്രവ്യം. വേറെ പേര് ഓർമ്മയുണ്ടോ? യെസ്, നമ്മുടെ ഗ്യാങ്. വേറെ പേരെന്താണ്? ഗ്യാങ്. അപദ്രവ്യം എന്നോ ഗ്യാങ് എന്നോ മെട്രിക്സ് എന്നോ ഇമ്പ്യൂരിറ്റീസ് എന്നോ ഒക്കെ വിളിക്കുക. അപ്പൊ അപദ്രവ്യം, അതായത് ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ ഇമ്പ്യൂരിറ്റീസിനെ നീക്കം ചെയ്യണം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് പോലും കാണാൻ സാധിക്കാൻ പറ്റാത്ത അതിസൂക്ഷ്മമായ ഇമ്പ്യൂരിറ്റീസ്, അപദ്രവ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അവയെ നീക്കം ചെയ്യണം. അവയെ നീക്കം ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ എന്താണ്? അയിരുകളുടെ സാന്ദ്രണം. എന്താണ്? അയിരുകളുടെ സാന്ദ്രണം. അപ്പൊ അയിരുകളുടെ സാന്ദ്രണത്തിലേക്ക് കടക്കാൻ പോവാണ്. എത്ര സാന്ദ്രണ മാർഗങ്ങളുണ്ട്? 4 സാന്ദ്രണ മാർഗങ്ങൾ. ഒന്നാമത്തെ സാന്ദ്രണ മാർഗമാണ് ജലപ്രവാഹത്തിൽ എന്ത് ചെയ്യണം? കഴുകണം. ജലപ്രവാഹത്തിൽ എന്ത് ചെയ്യണം? കഴുകണം. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡ് ഏതാ? രണ്ടാമത്തെ മെത്തേഡ് ഈ ജലപ്രവാഹത്തിൽ കഴുകണമെന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് ലെവിഗേഷൻ. ഇത് വിളിക്കും ലെവിഗേഷൻ. രണ്ടാമത്തെ മെത്തേഡാണ് ഇത് പ്ലവന പ്രക്രിയ. എന്താണ്? പ്ലവന പ്രക്രിയ. ഈ പ്ലവന പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. വിളിക്കും ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. മൂന്നാമത്തെ മെത്തേഡ് ഏതാണ്? കാന്തിക വിഭജനം. എന്താണ്? കാന്തിക വിഭജനം. ഓർത്ത് വെച്ചേക്കാം, എന്താണ്? കാന്തിക വിഭജനം. മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് വിളിക്കും. നാലാമത്തെ മെത്തേഡാണ് ഏത്? ലീച്ചിങ്. എന്താണ്? ലീച്ചിങ്. ലീച്ചിങ്ങിന് ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ എന്താണ് വിളിക്കണം? ലീച്ചിങ് എന്ന് വിളിക്കണം. ഇതാണ് ലീച്ചിങ്. 4 മെത്തേഡ് കണ്ടല്ലോ. അപ്പൊ ഈ തന്നിരിക്കുന്ന 4 എന്താണ്? അയിരുകളുടെ സാധാരണ രീതികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഇനി ഓരോന്നിലേക്കും കടക്കാം. ജലപ്രവാഹത്തിൽ കഴുകൽ പറഞ്ഞു തന്നു. ജലപ്രവാഹത്തിൽ കഴുകൽ എന്ന് പറയപ്പെടുന്ന പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. തീർച്ചയായും നമുക്കിവിടെ വേണ്ട എന്താണ് ജലപ്രവാഹത്തിൽ കഴുകുന്നതിനൊക്കെയുള്ള എക്സാമ്പിളുകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സാമ്പിളിലേക്ക് പോകാം. ജലപ്രവാഹത്തിൽ കഴുകൽ അല്ലെങ്കിൽ ലെവിഗേഷന് നമ്മൾ എന്താ എക്സാമ്പിൾ പഠിച്ചിട്ടുള്ളത്? യെസ്, അതിന് ഉദാഹരണമായിട്ട് പഠിച്ചത് ഓക്സൈഡ് ഓർസിന്റെ, അതായത് ഓക്സൈഡ് ഓർസിന്റെ സാന്ദ്രണം, ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണം ഒക്കെയാണ്. വേറൊരു പേരോട് നമ്മൾ പഠിച്ചു, വേറൊരു എക്സാമ്പിൾ പഠിച്ചു. സ്വർണം, ഗോൾഡിന്റെ എല്ലാ ഓറുകളുടെയും സാധാരണ രീതി ഏതാണ്? ജലപ്രവാഹത്തിൽ കഴുകലാണ്, ജലപ്രവാഹത്തിൽ കഴുകലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ കാര്യം കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തേലേക്ക് വരാം. പ്ലവന പ്രക്രിയ. പ്ലവന പ്രക്രിയ ചെയ്യുന്ന ആരെയാണ്? സൾഫൈഡ് അയിരുകളെയാണ്. ആരെയാണ്? സൾഫൈഡ് ഓർസിനെയാണ് നമ്മൾ പ്ലവന പ്രക്രിയക്ക് വിധേയമാക്കുന്നത്. ദെൻ കാന്തിക വിഭജനം ചെയ്യുന്നത്. കാന്തിക വിഭജനം ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഒന്നാമതായിട്ട് അയിരിന് കാന്തിക സ്വഭാവം വരിക. ആർക്കാണ് കാന്തിക സ്വഭാവം? ആർക്ക് വരണം? അയിരിന് കാന്തിക സ്വഭാവം, ഓറിന് കാന്തിക സ്വഭാവം വരണം. അപ്പം നമ്മൾ ആരെ എഴുതും? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഹേമറ്റൈറ്റ് ഉണ്ട്, മാഗ്നറ്റൈറ്റ് തുടങ്ങിയവയെ നമ്മൾ ചെയ്യും. ഓക്കെ, ഇനി അപദ്രവ്യം, അതായത് നമ്മുടെ ഇമ്പ്യൂരിറ്റീസിന്, അപദ്രവ്യത്തിന് എന്ത് സ്വഭാവം വരികയാണ്? കാന്തിക സ്വഭാവം വരികയാണ്. ഈ അപദ്രവ്യത്തിന് കാന്തിക സ്വഭാവം വരുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? യെസ്, കാസറ്റ് റൈറ്റ് അല്ലെങ്കിൽ ടിൻ സ്റ്റോൺ. കാസറ്റ് റൈറ്റിന്റെ വേറൊരു പേരാണ് എന്ത്? ടിൻ സ്റ്റോൺ. എന്താ പേര്? ടിൻ സ്റ്റോൺ. ഓർത്ത് വെച്ചേക്കണേ, കാസറ്റ് റൈറ്റിന്റെ വേറൊരു പേരെന്താ? ടിൻ സ്റ്റോൺ. ഓക്കെ, അവയുടെയൊക്കെ സാധാരണ രീതിയാണ് ഇത് കാന്തിക വിഭജനം. ഇനി ലീച്ചിങ് വഴി ആരെയാ സാന്ദ്രീകരിക്കുക? യെസ്, ബോക്സൈറ്റ്. ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതി ഏതാന്ന് ചോദിച്ചാൽ അത് ലീച്ചിങ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എക്സാം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നിന്ന് റോങ് പെയറിനെ കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? തെറ്റായ ജോഡിയെ കണ്ടുപിടിക്കണം. അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ലീച്ചിങ് ചെയ്യുന്ന ആരെ തന്നെയാ? ബോക്സൈറ്റിനെ തന്നെ. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. ഇതെന്താണ്? ശരിയാണ്. ഓക്കെ ആണ്. അപ്പോൾ ലീച്ചിങ് മെത്തേഡ് വഴി ആരെയാണ് നമ്മൾ സാന്ദ്രീകരിക്കുക? ബോക്സൈറ്റിനെയാണ്. ഇനി അടുത്തത് മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ്. അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. മാഗ്നറ്റിക് സെപ്പറേഷൻ വഴി തന്നെയാണ് ടിൻ സ്റ്റോൺ. ടിൻ സ്റ്റോണിന്റെ വേറൊരു പേരെന്താ? കാസറ്റ് റൈറ്റ് എന്ന് പറയും കേട്ടോ, കാസറ്റ് റൈറ്റ്. അപ്പൊ ടിൻ സ്റ്റോൺ ഏത് മെത്തേഡ് വഴി തന്നെയാണ്? നമ്മുടെ എന്താണ്? മാഗ്നറ്റിക് സെപ്പറേഷൻ മെത്തേഡ് വഴിയാണ് അതിനെ എന്ത് ചെയ്യുന്നത്? സാന്ദ്രീകരിക്കുക. അപ്പൊ അതും ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതാണ് നമ്മുടെ സിങ്ക് ബ്ലെൻഡും കിടപ്പുണ്ട്, കോപ്പർ പൈറൈറ്റീസും കിടപ്പുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ വ്യക്തമായിട്ട് എന്തറിയണം? സിങ്ക് ബ്ലെൻഡ് എന്താണെന്നും കോപ്പർ പൈറൈറ്റീസ് എന്താണെന്നും അറിയണം. സിങ്ക് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ സിങ്ക് സൾഫൈഡ് ആണ്. സിങ്ക് സൾഫൈഡ് ആണ്. കോപ്പർ പൈറൈറ്റീസ് എന്താണ്? കോപ്പർ സൾഫൈഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു രണ്ടും സൾഫൈഡ് കിടക്കാണ്. സൾഫൈഡ് ഓറുകൾ തീർച്ചയായിട്ടും ഏത് മെത്തേഡ് വഴിയേ പറ്റത്തുള്ളൂ? പ്ലവന പ്രക്രിയ വഴി മാത്രമേ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്ലവന പ്രക്രിയ എന്ന് വെച്ചാൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴി കോപ്പർ പൈറൈറ്റീസ് എന്ന സൾഫൈഡ് കിടക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇത് ശരിയാണ്. കോപ്പർ പൈറൈറ്റീസ് എന്ന് വെച്ചാൽ കോപ്പർ സൾഫൈഡ് ആണ്. സൾഫൈഡ് ഓറുകളുടെ എന്താണ്? സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണ മാർഗം ഏതാണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ്. സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണ മാർഗം ഏതാണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ആൻസർ ഏതാണ്? യെസ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. എന്തുകൊണ്ടാണ് ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരിക? ഇതാണ് ഇവിടുത്തെ റോങ് പെയർ. എന്തുകൊണ്ട് റോങ് പെയർ ആയി? സിങ്ക് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ സൾഫൈഡ് ഓർസ് ആണ്. സൾഫൈഡ് ഓർസിനെ ഒരിക്കലും നമ്മൾ ജലപ്രവാഹത്തിൽ കഴുകൽ ലെവിഗേഷന് വിധേയമാക്കില്ല. ലെവിഗേഷന് വിധേയമാക്കുന്ന ആരെയാണ്? ഓക്സൈഡ് അയിരുകളെയും ഗോൾഡിന്റെ ഓർസിനെയുമാണ്. ഓക്സൈഡ് അയിരുകളെയും ഗോൾഡിന്റെ ഓർസിനെയുമാണ് ലെവിഗേഷൻ നമ്മൾ വിധേയമാക്കാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ്. എല്ലാവർക്കും പെട്ടെന്ന് കിട്ടിയെന്ന് കരുതുകയാണ്. ഈസി ഉള്ള മേഖലയാണ്. ഈ ഒരു ഭാഗം വ്യക്തമായി പഠിച്ചു വെച്ചേക്കുന്നവർക്ക് എഴുതാൻ പറ്റിയ മേഖലയാണ്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ധാരണ ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റും, ഇല്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എസ് പോവാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നമ്മുടെ ആൻസർ ഏതാ? ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു. എല്ലാവർക്കും ഓപ്ഷൻ സി അല്ലേ കിട്ടിയേ? യെസ് ആണെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് മെറ്റൽസ്? മെറ്റൽസുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ശരിയല്ലാത്ത പ്രസ്താവന, നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. മെറ്റൽസ് ആർ ഹെവി ആൻഡ് പ്രൊഡ്യൂസ് സൗണ്ട് വെൻ ഹിറ്റ് വിത്ത് ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മെറ്റൽസ് ആർ ഇലക്ട്രോ നെഗറ്റീവ് എന്നാണ്.
മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മെറ്റൽസ് ഹാവ് ഹൈ ഡെൻസിറ്റീസ് പറയുന്നുണ്ട്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് മെറ്റൽസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു തിൻ ഷീറ്റ്സ്. അപ്പൊ ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് വരാം. മെറ്റൽസ് ആർ ഹെവി. തീർച്ചയായിട്ടും മെറ്റൽസിന് എന്തുണ്ട്? ഭാരമുണ്ട്. അപ്പോൾ അവ ഹെവി ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് പ്രൊഡ്യൂസ് സൗണ്ട് വെൻ ഹിറ്റ് വിത്ത് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് കൊണ്ട് ഇങ്ങനെ ഹിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവയിൽ നിന്ന് എന്ത് വരാറുണ്ട്? സൗണ്ട് വരാറുണ്ട്. എല്ലാ മെറ്റൽസിനും അല്ല, കുറച്ച് മെറ്റൽസിനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് വരുന്നതായിട്ട് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് അലുമിനിയം പോലുള്ളവ ആലോചിക്കുക. അലുമിനിയത്തിന്റെ ഒരു പാത്രം എടുത്ത ശേഷം അതിലൊന്ന് എന്ത് ചെയ്യുക? തട്ടി നോക്കുക. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്? സൗണ്ട് വരും. അപ്പോൾ മെറ്റൽസിന്റെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. മെറ്റൽസ് ആർ ഹെവി ആൻഡ് പ്രൊഡ്യൂസ് സൗണ്ട് വിത്ത് ഹിറ്റ് വിത്ത് ആൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്കാണ് വരുന്നത്. മെറ്റൽസ് ആർ ഇലക്ട്രോനെഗറ്റീവ്. ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണോ ഇലക്ട്രോൺസിനെ നേടിയെടുക്കുകയാണോ? നെഗറ്റീവ് എന്ന് വെച്ചാൽ നേടിയെടുക്കുക. ഇലക്ട്രോൺസിനെ നേടിയെടുക്കാനുള്ള കഴിവാണ് ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറയുന്നത്. നമുക്കറിയാം മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ്? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാൻ കഴിവുള്ളവരാണ്. അവയെല്ലാം എന്താണ്? ഇലക്ട്രോ പോസിറ്റീവ് ആണ്. അപ്പോൾ തീർച്ചയായും ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറയപ്പെടുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഇനി അടുത്ത മെറ്റൽസ് ഹാവ് ഹൈ ഡെൻസിറ്റി എന്നാണ് പറഞ്ഞേക്കുന്നത്. മെറ്റൽസിന് എന്തുണ്ട്? ഹൈ ഡെൻസിറ്റി ഉണ്ട് കേട്ടോ, നല്ല ഡെൻസിറ്റി ഉണ്ട്. ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ആർക്കാണ്? ടങ്സ്റ്റൺ ആണ്. ആർക്കാണ്? ടങ്സ്റ്റൺ ആണ്. എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? S3422 ഡിഗ്രി സെൽഷ്യസ്. PSCക്ക് വേറൊരു ആൻസർ കൂടി ഉണ്ട്, 3410 ഡിഗ്രി സെൽഷ്യസ്. SCRT ടെസ്റ്റ് കൊടുത്തേക്കുന്നത് എത്ര? 3414 ഡിഗ്രി സെൽഷ്യസ്. ഇതിൽ ആരെങ്കിലും ഒരാൾ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും കേട്ടോ. എല്ലാവരും ഇവിടെ വന്നാൽ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോകും. ആരെങ്കിലും ഒരാൾ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. ടങ്സ്റ്റൺ ആണ് മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ളത്. മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ള ആർക്കാണ്? മെർക്കുറിക്കാണ് കേട്ടോ. മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കുറവ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് മെൽറ്റിംഗ് പോയിന്റ് കുറവ്? മെൽറ്റിംഗ് പോയിന്റ് കുറവ് -39 ഡിഗ്രി സെൽഷ്യസ് ഉള്ള മെർക്കുറിക്കാണ് കേട്ടോ. അതുപോലെ ഡെൻസിറ്റിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ള ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഇത് മെൽറ്റിംഗ് പോയിന്റ് ആണ് എഴുതിയിരിക്കുന്നത്. മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ ടങ്സ്റ്റണും മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കുറവ് ആർക്കാണ്? മെർക്കുറിക്കുമാണ്. മെൽറ്റിംഗ് പോയിന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3422 ഡിഗ്രി സെൽഷ്യസ് ആണ് ടങ്സ്റ്റൻ്റെത്. ഓപ്ഷനിൽ അത് കണ്ടില്ലെങ്കിൽ 3410 ഡിഗ്രി സെൽഷ്യസ് കാണാം, ഇല്ലെങ്കിൽ 3414 ഡിഗ്രി സെൽഷ്യസ് കാണാം. ഇനി കുറവ് മെൽറ്റിംഗ് പോയിന്റ് ആർക്കാണ്? മെർക്കുറിക്കാണ്. എത്രയാണ്? -39 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. -39 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഡെൻസിറ്റിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഹൈ ഡെൻസിറ്റി ഉള്ള ആർക്കാണ്? ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ഓസ്മിയത്തിനാണ്. കുറവ് ആർക്കാണ്? കുറവ് ലിഥിയത്തിനാണ് കേട്ടോ. ഡെൻസിറ്റി കൂടുതൽ ഓസ്മിയത്തിനും, കുറവ് ആർക്കാന്ന് ചോദിച്ചാൽ ലിഥിയത്തിനുമാണ്. ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്തത് മെറ്റൽസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു തിൻ ഷീറ്റ്സ്. നമുക്കറിയാം മെറ്റൽസിനെ നമുക്ക് എന്താണ്? തിൻ ഷീറ്റുകളാക്കി മാറ്റാൻ സാധിക്കും. തിൻ ഷീറ്റുകളാക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേരാണ് മാലിയബിലിറ്റി എന്ന് പറയും. എന്താണ്? മാലിയബിലിറ്റി എന്ന് പറയും. അപ്പോൾ മെറ്റൽസിനെ നമുക്ക് തിൻ ഷീറ്റുകളാക്കി മാറ്റുന്ന പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേരെന്താണ്? മാലിയബിലിറ്റി എന്നാണ്. അപ്പോൾ ഈ മാലിയബിലിറ്റി എന്ന് പറയപ്പെടുന്ന പ്രോസസ്സ് ആർക്കുണ്ട്? മെറ്റൽസിനുണ്ട്. അപ്പോൾ ആൻസർ ഇവിടെ എന്താണ്? മെറ്റൽസ് ആർ ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറയപ്പെടുന്നതാണ് ഇവിടുത്തെ തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഓർത്ത് വെച്ചേക്കുക, ഇവിടുത്തെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? മെറ്റൽസ് ആർ ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. മറന്നുപോലെ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. തെറ്റിപ്പോത്തില്ലല്ലോ? യെസ്, കരുതുന്നു. ഞാൻ ഇവിടെ നിന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ്? ഭയങ്കര ക്ലാരിറ്റി കുറവോടുകൂടിയാണ് കാണുന്നത്, എങ്കിലും ഞാൻ വായിക്കാം എന്താണെന്ന്. യെസ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് മിഷ് മെറ്റൽ എന്നറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. മിഷ് മെറ്റൽ 46ാമത്തെ ചോദ്യമായിട്ട് വന്നതാണ് മിഷ് മെറ്റൽ കേട്ടോ. ഈ ഒരു പേരുണ്ട് മിഷ് മെറ്റൽ, കേട്ട് പരിചരിച്ച് വെച്ചേക്കാം. മിഷ് മെറ്റൽ ഒരു അലോയി ആണ്. ഈ മിഷ് മെറ്റൽ എന്ന് പറയപ്പെടുന്ന അലോയിക്കകത്ത് എന്തൊക്കെ ചേർന്നിട്ടുണ്ട് എന്നായിരുന്നു അന്നത്തെ ചോദ്യം. അപ്പോൾ ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ്. മിഷ് മെറ്റൽ എന്നാണ് പറയുന്നത്. മിഷ് മെറ്റൽ ഒരു അലോയി ആണ്. മിഷ് മെറ്റൽ എന്ന അലോയി ആണ് കേട്ടോ. അലോയി. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, മിഷ് മെറ്റൽ എന്ന് പറയപ്പെടുന്ന അലോയി എന്ന് വെച്ചാൽ ലോഹസങ്കരം എന്ന് പറയുവേ. അപ്പോൾ ഈ ലോഹസങ്കരത്തിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ചോദ്യം. ഇവിടെ കൊടുത്തിരുന്ന ഓപ്ഷൻസ് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന വിധം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 5% ലാന്തനൈഡുകൾ, 95% ഇരുമ്പ്, പിന്നെ സൾഫർ, കാർബൺ, കാൽഷ്യം, അലൂമിനിയം എന്നിവയുടെ അംശം. ഇത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒന്നുകൂടെ കേൾക്കുക. 5% ലാന്തനൈഡുകൾ, 95% ഇരുമ്പ്, പിന്നെ സൾഫർ, കാർബൺ, കാൽഷ്യം, അലൂമിനിയം എന്നിവയുടെ മിശ്രിതം എന്നാണ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ 95% ആക്ടിനൈഡുകൾ, 5% ഇരുമ്പ്, സൾഫർ, കാൽഷ്യം, അതോടൊപ്പം തന്നെ എന്തുണ്ട്? സൾഫർ, കാർബൺ, കാൽഷ്യം, അലൂമിനിയം എന്നിവയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് സി ഓപ്ഷൻ 95% സംക്രമണ ലോഹങ്ങൾ, 10% അലുമിനിയം, പിന്നെന്താണ്? സൾഫർ, കാർബൺ, കാൽഷ്യം, സിങ്ക് എന്നിവയുടെ അംശം.
ഇനി അടുത്തത് ഓപ്ഷൻ ഡിയിൽ 95% ലാന്തനൈഡുകൾ, 5% ഇരുമ്പ്, സൾഫർ, കാർബൺ, കാൽഷ്യം, അലുമിനിയം എന്നിവയുടെ അംശം. ഇതായിരുന്നു നമ്മുടെ ആൻസർ. അതായത് മിഷ് മെറ്റൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിഷ് മെറ്റൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് ചോദ്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിലെ ആൻസറിലേക്ക് വരാം. അതുകൊണ്ട് ഇവിടെ കിടപ്പുണ്ട്. മിഷ് മെറ്റൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ഇവിടെ ലാന്തനൈഡുകൾക്കാണ് പ്രാധാന്യം, അല്ലാതെ ആക്ടിനൈഡുകൾക്കല്ല. അപ്പൊ മിഷ് മെറ്റൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അവിടെ ആരാണ്? ലാന്തനൈഡുകളാണ് ഉള്ളത്. ഓക്കെ, ലാന്തനൈഡുകൾ. ഇനി ഓപ്ഷനിലേക്ക് വന്നേ. ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയാണെങ്കിൽ ലാന്തനൈഡുകൾ 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ആ രണ്ടും എയോ ഡിയോ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ മിഷ് മെറ്റലിനകത്ത് ശ്രദ്ധിച്ചോണം, നമ്മുടെ സീറിയം എന്ന് പറയപ്പെടുന്ന എത്ര? 25% പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? 5% അയൺ ഉണ്ട്. പിന്നെ ആരൊക്കെ ഉണ്ട്? സൾഫർ, കാർബണ്, പിന്നെ സിലിക്കൺ, കാൽഷ്യം, അലൂമിനിയം. ഇത്രയും പേരെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ലാന്തനൈഡ് മെറ്റൽസ് ആണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ അയണിന്റെ അംശം എത്രയാണ്? 5% ആണെന്ന് പറയുന്നുണ്ട്. കൂടുതലും 25% സീറിയത്തിന്റെ അംശമാണ്. പിന്നെ ആരൊക്കെ ഉണ്ട്? സൾഫർ, കാർബണ്, സിലിക്കണ്, കാൽഷ്യം, അലൂമിനിയം എന്നിവയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 5% ഇരുമ്പ് വരുന്നതായിരിക്കും ആൻസർ ആയിട്ട് വരിക. അതായി കൊടുത്തിരിക്കുന്നതാണ്. ഓപ്ഷൻ ഡി കാണാൻ പറ്റത്തില്ല അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഓപ്ഷൻ ഡിയിലാണ് കൊടുത്തിരിക്കുന്നത് 5% ഇരുമ്പ് വരുന്നത്. അതാ ഇപ്പുറത്ത് കാണുക. 5% ഇരുമ്പ് വരുന്നതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. യെസ് ആണ്. ഓക്കെ, ഓർത്ത് വെച്ചുക. 5% അയൺ വരുന്നവയാണ് ആൻസർ ആയിട്ട് വരിക. അപ്പം ഇത് നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് വന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. മിഷ് മെറ്റൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നതാണ് ആൻസർ ആയിട്ട് വന്നത്. മിഷ് മെറ്റൽ ഓർത്ത് വെച്ചേക്കുക. പിന്നെ ബാക്കി എല്ലാവരെയും നമുക്ക് പരിചയമുള്ളതാണ്. സ്റ്റെയിൻലെസ് സ്റ്റീല് നമുക്കറിയാം. സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്ത് ആരൊക്കെ ഉണ്ട്? അയൺ ഉണ്ട്, ക്രോമിയം ഉണ്ട്, നിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്? കാർബണും അടങ്ങിയിട്ടുണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ കോയിനേജ് ആലോചിച്ചാണെങ്കിൽ കോയിൻ സിൽവർ, നമ്മുടെ കോയിൻ ഒക്കെ നിർമ്മിക്കത്തില്ലേ? യെസ്, അത് നമ്മൾ മെയിൻ ആയിട്ട് കോയിൻസ് നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതെന്തിനാണ്? അതിനകത്ത് നമുക്ക് സിൽവറും അതോടൊപ്പം തന്നെ കോപ്പറുമാണ് മെയിൻ ആയിട്ടുള്ള. സിൽവറും കോപ്പറും മെയിൻ ആയിട്ടുണ്ട്. പിന്നെ ഡെന്റൽ അലോയ്, ഡെന്റൽ ഫില്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡെന്റൽ അലോയ്സ് ആണ്. അപ്പൊ അതിനകത്ത് ആരൊക്കെ ഉണ്ട്? സിൽവർ ഉണ്ട്, മെർക്കുറി ഉണ്ട്, ടിന്ന്, കോപ്പർ, സിങ്ക്. പഠിക്കാൻ പറ്റുന്നവരെല്ലാം എന്ത് ചെയ്യുക? ഉറപ്പിച്ച് വെച്ചേക്കുക. ആരൊക്കെ ഉണ്ട്? സിൽവർ, മെർക്കുറി, ടിന്ന്, കോപ്പർ, സിങ്ക് എന്നിവയുണ്ട്. പിന്നെ ബ്രാസും ബ്രോൺസും നിങ്ങൾക്ക് എല്ലാവർക്കും ബൈഹാർട്ട് ആണെന്ന് എനിക്കറിയാം. ബ്രാസ് എന്ന് വെച്ചാൽ പിച്ചള എന്ന് വിളിക്കും കേട്ടോ, പിച്ചള. ഈ ബ്രോൺസ് എന്ന് പറയപ്പെടുന്ന ആളാണ് വെങ്കലം. ഓക്കെ, പുതിയ പുസ്തകത്തിനകത്ത് വെള്ളോട് എന്ന് കൊടുത്തിട്ടുണ്ട്. വെള്ളോട് ഓർത്ത് വെച്ചേക്കണേ. വെള്ളോട്, വെള്ളോട് വേയാണേ, വെള്ളോട്. ഓക്കെ, വെള്ളോട്. അപ്പം വെള്ളോടെന്ന് കണ്ടാലും ബ്രോൺസ് തന്നെയാണ്. ബ്രോൺസിനകത്ത് കോപ്പറും ടിന്നുമാണ്. അപ്പം ബ്രോൺസ് മെഡൽ എപ്പോഴാണ് കിട്ടുന്നത്? നമ്മൾ ഓടി ഓടി വെങ്കലം എന്നാണ്, സോറി ലംന്നായിപ്പോൾ അല്ലെ, വെങ്കലം. ഓക്കെ, ശരി, വെങ്കലം എന്നാണ്. അപ്പൊ വെങ്കലം എന്ന് പറയപ്പെടുന്നത് എന്താണ്? നമുക്ക് പ്രധാനമായിട്ടും ഓടുമ്പോഴാണ് കിട്ടുന്നത് അല്ലെ? നമ്മൾ ഓടി 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 റണ്ണിങ് മത്സരത്തിനൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഓടി 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 നമ്മൾ നേടുന്ന വെങ്കലം ടിന്നകത്തിട്ട് അടച്ചു വെച്ചേക്കാം. അപ്പൊ അതാണ്ട് കോപ്പറും ടിന്നും കൂടെ ചേർന്നതാണ് ഇത് വെങ്കലം എന്ന് പറയുന്നത്. ബ്രാസ് എന്ന് പറയപ്പെടുന്നതിനകത്ത് എന്താണ് വന്നേക്കുന്നത്? പിച്ചളക്കകത്ത് കോപ്പറും സിങ്കും ആണ്. കോപ്പറും സിങ്കും കൂടെ ചേർന്നതാണ് ഇത് പിച്ചള എന്ന് പറയുന്നത്. പിന്നെ ഗൺമെറ്റല്, ഗൺമെറ്റലിനകത്ത് എന്തൊക്കെയുണ്ട്? കോപ്പറും ടിന്നും സിങ്കും ആണ് ഗൺമെറ്റലിനകത്തുള്ളത് കേട്ടോ. കോപ്പറും ടിന്നും സിങ്കും. ഇനി അടുത്ത ബെൽമെറ്റല്, ബെൽമെറ്റലിനകത്ത് കോപ്പറും ടിന്നും ആണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും വെങ്കലത്തിനകത്തും കോപ്പറും ടിന്നും അല്ലേ എന്ന് ചിന്തിക്കും. പക്ഷെ അതിനകത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തോളൂ. ബ്രോൺസും ബെൽമെറ്റലും തമ്മിൽ കേട്ടോ. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ജർമ്മൻ സിൽവർ ആണ്. ജർമ്മൻ സിൽവർ എന്ന് വെച്ചാൽ എന്താണ്? അതിനകത്ത് കോപ്പറും സിങ്കും നിക്കലും അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം ആലോചിക്കുക. പിന്നെ ഡ്യൂറാലുമിൻ, ഈ പ്ലെയിൻ്റെ ഒക്കെ ബോഡി നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത് ഡ്യൂറാലുമിൻ എന്ന് പറയപ്പെടുന്നത്. അലൂമിനിയം ആണ് ഏറ്റവും കൂടുതൽ, 95% അലൂമിനിയം ആണ്. പിന്നെ കോപ്പറും മാഗ്നീഷ്യം, മാംഗനീസും ഒക്കെ ചെറിയ അളവിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. കോപ്പറും മാഗ്നീഷ്യവും മാംഗനീസും ഒക്കെ ചെറിയ അളവിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ഡ്യൂറാലുമിൻ എന്നറിയപ്പെടുന്നത്. ഇതിൽ നമ്മളോട് 10ാമത്തെ ആളെയാണ് ചോദിച്ചത് മിഷ് മെറ്റൽ. മിഷ് മെറ്റലിനകത്ത് ലാന്തനൈഡ് ആണ് കൂടുതൽ, 5%. പിന്നെ ആരുണ്ട്? അയൺ ഉണ്ടെന്ന് ആലോചിച്ചോളൂ. 25% സീറിയം ആണ്. പിന്നെ ആരൊക്കെ കാണാം? സൾഫറിനെ കാണാം, കാർബണിനെ കാണാം, സിലിക്കണിനെ കാണാം, കാൽഷ്യത്തെ കാണാം, അലൂമിനിയത്തെ കാണാം. ഇതെല്ലാം അതിനകത്ത് കാണപ്പെടുന്നതാണ്. അപ്പൊ മിഷ് മെറ്റൽ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ ടേബിൾ നന്നായിട്ടൊന്ന് ഓർത്ത് വെച്ചോ, മറക്കാൻ പാടില്ല കേട്ടോ. ഈ ടേബിളിൽ നിന്നാണ് ചോദ്യം വന്നത്. അപ്പൊ ടേബിൾ നന്നായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇതിനകത്ത് അറിയാത്ത ഒരാൾ മാത്രമേ കാണത്തുള്ളൂ മിഷ് മെറ്റൽ അല്ലേ? ബാക്കി എല്ലാവരും പരിചയമുണ്ട്, ബാക്കി എല്ലാം കേട്ട് പരിചയമുള്ളവരാണ്. അപ്പൊ എന്ത് ചെയ്യുക? മാക്സിമം ഒന്ന് വായിച്ചു വെച്ചേക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത് കോളം 1ന്റെ ഇനി പറയുന്ന ഇനങ്ങൾ കോളം 2മായി പൊരുത്തപ്പെടുത്തി ശരിയായിട്ട് തിരഞ്ഞെടുക്കുക. ഓക്കെയാണ്. ഇത് എളുപ്പമുള്ള ചോദ്യമാണ്.
അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാവുന്നവർക്കും അറ്റോമിക് നമ്പർ അറിയാവുന്നവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ള ചോദ്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. കാർബൺ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്. അവിടെയാണെങ്കിൽ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം. ഇത് കാർബൺ എന്ന് പറയപ്പെടുന്നത് എത്രയാണ്? കാർബണിന്റെ എത്രയാണ്? യെസ്, കാർബൺ ഞാൻ മെഷി മാറ്റാം. കാർബൺ എന്ന് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക 6 ആണ്. ഓക്കെ, നൈട്രജൻ എത്ര? 7 ആണ്. ഓക്സിജൻ എത്ര? 8 ആണ്. ഫ്ലൂറിൻ എത്ര? 9 ആണ്. ഇനി കാര്യങ്ങൾ എളുപ്പമാണ്. ഇത് F ആണ്, F ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ F 9 ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇനി ചെയ്ത് നോക്കിയേ. അപ്പൊ കാർബണിന്റെ എങ്ങനെ വരും? തീർച്ചയായിട്ടും 1s2 2s2 2p2 എന്ന് വരും. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ ബിയിൽ കിടപ്പുണ്ട് അല്ലെ? ഇതാണ് കാർബണുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ 2p3 വരുന്നതായിരിക്കും ഏത് വരുന്നത്? നൈട്രജനുമായിട്ട് വരുന്നതാണ്. ഇതാണ് നൈട്രജൻ്റെത് കേട്ടോ. എസ്, അടുത്തത് 2p4 വരുന്നതായിരിക്കും ഓക്സിജൻ്റെത്. ഇത് ഓക്സിജന്റെ ആണ്. ഇതെന്തായിരിക്കും? അപ്പൊ ഫ്ലൂറിന്റെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഇതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 1 ബി വരണം, 2 എ വരണം, 1 ബിയും 2 എയും വരണം, 3 എന്ന് പറയപ്പെടുന്ന സി വരണം, 4 ഡി വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 1 ബി ഉണ്ട്, 1 ബി കിടക്കുന്ന 2 പേരുണ്ട് അല്ലെ? 2 ഡി, 3 എ, 4 സി. ഇതേണ്ട ഓപ്ഷൻ സിയിൽ നമുക്ക് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ആൻസർ അല്ലേ? നമ്മുടെ ഓപ്ഷനിലേക്ക് വരാം. സോറി. അപ്പൊ തീർച്ചയായിട്ടും 1 എന്ന് പറയപ്പെടുന്നത് എന്തായിരുന്നു? 1 ബി ആണ്, 2 എ ആണ്, 3 ഏതാണ്? 3 ഡി ആണ്, 4 സി ആണ്. ഓക്കെ, 4 സി ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഇത് തന്നെയാണ്. ഓപ്ഷൻ സി തന്നെയാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെത്താൻ ചെയ്ത് കണ്ടുപിടിച്ച് കാണുമെന്ന് കരുതുന്നു. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി അവിടെ നിന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത നമ്മൾ പുസ്തകത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പോകാം. ഡാഷ് ചേർന്ന മിശ്രിതമാണ് അക്വാറേജിയ. ഓക്കെ, അക്വാറേജിയ നമുക്കറിയാം LSGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. LSGS പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യമാണ്. ചോദ്യം നിങ്ങൾക്ക് ഏറെ കണ്ടുപരിചയമുള്ള ചോദ്യമാണ് അല്ലെ? പോകാം. അക്വാറേജിയ, കൂടുതൽ അക്വാറേജിയെ കണ്ടുപിടിക്കുക. ഓക്കെ, അക്വാറേജിയ വോളിയം അനുസരിച്ച് 1:3 എന്ന അനുപാതത്തിൽ സാന്ദ്രീകൃത സൾഫ്യൂരിക് ആസിഡും സാന്ദ്രീകൃത ഹൈഡ്രോക്ലോറിക് ആസിഡും. ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ വോളിയം അനുസരിച്ച് 3:1 എന്ന അനുപാതത്തിൽ സാന്ദ്രീകൃത സൾഫ്യൂരിക് ആസിഡും സാന്ദ്രീകൃത ഹൈഡ്രോക്ലോറിക് ആസിഡും. ഓപ്ഷൻ സിക്കകത്ത് വോളിയം അനുസരിച്ച് 3:1 എന്ന അനുപാതത്തിൽ സാന്ദ്രീകൃത നൈട്രിക് ആസിഡും സാന്ദ്രീകൃത ഹൈഡ്രോക്ലോറിക് ആസിഡും. ഓക്കെ, അടുത്ത വോളിയം അനുസരിച്ച് 1:3 എന്ന അനുപാതത്തിൽ സാന്ദ്രീകൃത നൈട്രിക് ആസിഡും സാന്ദ്രീകൃത ഹൈഡ്രോക്ലോറിക് ആസിഡും. ഇതിൽ അക്വാറേജിയ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഓക്കെയാണ് കാര്യങ്ങൾ. അക്വാറേജിയയുടെ റേഷ്യോ വ്യക്തമായിട്ട് അറിയണം, ഇല്ലെങ്കിൽ ഇത് ചെയ്യാൻ സാധിക്കില്ല. അക്വാറേജിയക്കകത്ത് ആരൊക്കെ ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കാം. ആരൊക്കെയുണ്ട് അക്വാറേജിയക്കകത്ത്? അക്വാറേജിയക്കകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡും പിന്നെ ആരുവേ ഉള്ളൂ? നൈട്രിക് ആസിഡുമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും ഇല്ലാത്ത ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കളയാം. ഓക്കെ, ഇല്ല സൾഫ്യൂരിക് ആസിഡ് വന്നേക്കുന്നു ഒന്നാമത്തെ ഓപ്ഷനകത്ത്. അപ്പൊ ഇത് തെറ്റാ. രണ്ടാമത്തിനകത്തും സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. അപ്പൊ അത് രണ്ടും തെറ്റാണ്. ഇനി അടുത്ത എന്താണ് മനസ്സിലാക്കേണ്ടത്? ബാക്കി രണ്ടിനകത്തും നമുക്ക് ആരെ കാണാം? നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും. ഇനി ആരെ മനസ്സിലാക്കണം? റേഷ്യോ മനസ്സിലാക്കണം. ശ്രദ്ധിക്കുക, ഹൈഡ്രോക്ലോറിക് ആസിഡിനകത്ത് എത്ര ലെറ്റർ ഉണ്ട്? 3 ആൽഫബറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെയാണ് എപ്പോഴും എന്ത് വരിക? 3 വരിക. ഓക്കെ, പിന്നെ നൈട്രിക് ആസിഡിന്റെ ഭാഗത്തേക്ക് നോക്കിയേ, 3 ആൽഫബറ്റും താഴെ ഒരു ബിയുമാണ്. നമ്മൾ ചെറുതിലേ മുതൽ പഠിച്ചിട്ടുണ്ട് 3/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. അപ്പൊ ആ ഒരു ലെവലിൽ ചിന്തിച്ചാൽ ഇതെന്താണ്? 1 ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് 3 വരണം, നൈട്രിക് ആസിഡ് 1 വരണം. ഹൈഡ്രോക്ലോറിക് ആസിഡ് 3 വരുമ്പോൾ നൈട്രിക് ആസിഡ് എത്രയാണ്? 1 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി വായിച്ചു നോക്കാം, വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് എവിടെയാണെന്ന്. വോളിയം അനുസരിച്ച് 3:1 എന്ന അനുപാതത്തിൽ നൈട്രിക് ആസിഡും, നൈട്രിക് ആസിഡിന്റെ ഭാഗത്തല്ല 3 വന്നേക്കുന്നത്. ആദ്യം പറഞ്ഞത് നൈട്രിക് ആസിഡ്, ആദ്യം പറഞ്ഞ 3 ആണ്. 3 വന്ന ഭാഗത്ത് നൈട്രിക് ആസിഡ് വന്നിരിക്കുന്നു. അപ്പൊ അത് തെറ്റാണെന്ന് മനസ്സിലാക്കാം. നമുക്ക് അടുത്തേക്ക് വരാം. വോളിയം അനുസരിച്ച് ഇത് ശരിയാണ്. അപ്പം വോളിയം അനുസരിച്ച് 1ന്റെ ഭാഗത്ത് ആര് വരണം? നൈട്രിക് ആസിഡ്. 3യുടെ ഭാഗത്ത് ആര് വേണം? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ശരി. വോളിയം അനുസരിച്ച് 1:3 എന്ന അനുപാതത്തിൽ സാന്ദ്രീകൃത നൈട്രിക് ആസിഡും സാന്ദ്രീകൃത ഹൈഡ്രോക്ലോറിക് ആസിഡൂടെ ചേർന്നാണ് ആരെ നിർമ്മിച്ചെടുക്കുക? നമ്മൾ അക്വാറേജിയ. എന്താണ് അക്വാറേജിയയുടെ പ്രത്യേകത? അക്വാറേജിയ എന്ന് വെച്ചാൽ സ്വർണ്ണത്തെ ലയിപ്പിക്കുന്ന ലായകമാണ് കേട്ടോ. സ്വർണ്ണത്തെ ലയിപ്പിക്കുന്ന, സ്വർണ്ണത്തെയും പ്ലാറ്റിനത്തെയും ഒക്കെ ലയിപ്പിക്കുന്ന ലായകമാണ് ഇത് അക്വാറേജിയ. അക്വാറേജിയ എന്ന് പറയപ്പെടുന്ന ഒരിക്കലും നമ്മൾ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 2 സ്ട്രോങ്ങസ്റ്റ് ആസിഡുകൾ, നോക്കി 2 സ്ട്രോങ്ങസ്റ്റ് ആസിഡുകളാണ് ചേരുന്നത്. അപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പതുക്കെ മാത്രം, അതായത് ലൂസായിട്ട് മാത്രമേ അതിനെ അടയ്ക്കാൻ പാടുള്ളൂ. പിന്നെ അക്വാറേജിയ എന്ന് പറയപ്പെടുന്ന കണ്ടെത്തിയ ആളുടെ പേര് നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്, ജാബിർ ഇബ്ൻ
ഇബ്ൻ ഹയാൻ ആണ്. ആരാണ്? ജാബിർ ഇബ്ൻ ഹയാൻ. ഓർത്ത് വെച്ചാൽ ജാബിർ ഇബ്ൻ ഹയാൻ ആണ്. പേര് മറക്കല്ലേ, ജാബിർ ഇബ്ൻ ഹയാൻ ആണ് കേട്ടോ. അപ്പൊ അക്വാ റീജിയെ കുറിച്ച് എന്തായാലും ഇതിന്റെ റേഷ്യോ ആണ് പക്ക അറിഞ്ഞിരിക്കേണ്ടത്. ഇവിടുന്ന് ചോദ്യം ഉണ്ടായിരുന്നു, മറന്നു പോകരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത് യെസ് നമ്മുടെ ആൻസർ ആണ്. വോളിയം അനുസരിച്ച് 1:3 എന്ന അനുപാതത്തിൽ സാന്ദ്രീകൃത നൈട്രിക് ആസിഡും സാന്ദ്രീകൃത ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്നിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ അക്വാ റീജിയ നിർമ്മിച്ചെടുക്കുക. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രീൻ കെമിസ്ട്രിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരി? ഗ്രീൻ കെമിസ്ട്രിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരി എന്നാണ് നമുക്ക് നോക്കാം. അപകടകരമായ വസ്തുക്കളുടെ ഉപയോഗം അല്ലെങ്കിൽ ഉൽപ്പന്നം ഇല്ലാതാക്കുക, ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തത് രാസവസ്തുക്കളുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാണത്തിലെ മാലിന്യങ്ങൾ കുറയ്ക്കുക. അടുത്ത യഥാർത്ഥ ലോക പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ന്യൂനതമായ ശാസ്ത്രീയ പരിഹാരങ്ങൾ പ്രയോഗിക്കുന്നു. മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇതാണ് നമ്മുടെ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷൻസ്. നമുക്ക് വായിച്ചു നോക്കാം. ഒന്ന്, അപകടകരമായ വസ്തുക്കളുടെ ഉപയോഗം അല്ലെങ്കിൽ ഉൽപ്പന്നം ഇല്ലാതാക്കുക. ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എന്താണ്, ഒരുപാട് അപകടകരമായ കെമിസ്ട്രി ആയിരിക്കത്തില്ല അല്ലെ. ഗ്രീൻ സിഗ്നൽ വരുന്ന കെമിസ്ട്രിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അപകടകരമായ കാര്യങ്ങളെ കുറിച്ച് ആയിരിക്കും അതിനകത്ത് ചർച്ച ചെയ്യുക? സ്വാഭാവികമായിട്ടും ആയിരിക്കില്ല. അപ്പൊ അപകടകരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കാനായിരിക്കത്തില്ലേ പറയുക? ആയിരിക്കും. അപ്പൊ അങ്ങനെ ചിന്തിക്കുക. അപകടകരമായ വസ്തുക്കളുടെ ഉപയോഗം അല്ലെങ്കിൽ ഉൽപ്പാദനം എന്ത് ചെയ്യുക? കുറയ്ക്കുക എന്നതാണ് ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രധാനപ്പെട്ട മോട്ടോ എന്ന് പറയപ്പെടുന്നത്. ഇനി അടുത്തത് രാസവസ്തുക്കളും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാണ മാലിന്യങ്ങൾ കുറയ്ക്കുക. ഒരു രാസവസ്തു നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിന്റെ അനുബന്ധ ഉപകരണങ്ങൾ നിർമ്മിക്കുകയാണെങ്കിലും നിരവധി മാലിന്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ? അപ്പൊ ഗ്രീൻ കെമിസ്ട്രി അതിനെ പ്രോത്സാഹിപ്പിക്കുക? ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. അപ്പൊ അത് എന്താണ്? ശരിയാണ്. ഇനി യഥാർത്ഥ ലോക പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ന്യൂനതമായ ശാസ്ത്രീയ പരിഹാരങ്ങൾ. നമ്മുടെ ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ വേസ്റ്റ് എന്ന് പറയപ്പെടുന്നത് അല്ലെ. ഈ വേസ്റ്റ് പോലുള്ള വേസ്റ്റുകളൊക്കെ എന്താണ്? അതിന്യൂനതമായ മാർഗങ്ങൾ വഴി ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക. മറ്റു പരിസ്ഥിതി ദോഷങ്ങളൊന്നും ഇല്ലാതെ അതിനെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരെണ്ണമാണ് ഏത്? ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ മോളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ഗ്രീൻ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലേ? ആണ്, തീർച്ചയായിട്ടും ആണ്. അപ്പൊ ഗ്രീൻ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ എല്ലാ പ്രസ്താവനകളും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും നമ്മൾ ചുമ്മാ വായിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലെ. ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുമ്പോഴേ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാം. ഒരുപാട് പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന മേഖലയാണ് ഇത് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സുസ്ഥിര ഊർജ്ജ സ്രോതസ്സായി ഹൈഡ്രജന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഏതാണ്? ഓക്കെ, അപ്പോൾ ഹൈഡ്രജനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിലെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ സുലഭമായി കിട്ടാവുന്ന ഏറ്റവും വില കുറഞ്ഞ ഊർജ്ജ സ്രോതസ്സാണിത്. അടുത്തത് ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ പുനരുപയോഗിക്കാവുന്ന സ്രോതസ്സുകളിൽ നിന്ന് ഇത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അടുത്തത് ഇതിന് ഊർജത്തിന്റെ ഉള്ളടക്കം ഇല്ല, മാത്രമല്ല ഇത് വ്യാവസായിക ആവശ്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ബാറ്ററികളിലാണ് ഇത് പ്രാഥമികമായി ഉപയോഗിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ ശരിയായ ഓപ്ഷൻ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. വായിച്ചു നോക്കാം. സുലഭമായി കിട്ടാവുന്ന ഏറ്റവും വില കുറഞ്ഞ ഊർജ്ജ സ്രോതസ്സാണിത്. ഓക്കെ, ആലോചിച്ച് നോക്കാം. നിങ്ങൾക്ക് ഹൈഡ്രജൻ എന്ന് പറയപ്പെടുന്നത് പെട്ടെന്ന് കിട്ടുന്ന ഒന്നാണോ? അല്ല. നമുക്ക് സുലഭമായിട്ട് അങ്ങ് പെട്ടെന്ന് കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ വില കുറഞ്ഞ ഒരു ഊർജ്ജ സ്രോതസ്സായിട്ട് നമുക്ക് ആരെ കരുതാൻ പറ്റില്ല. ഇപ്പൊ നിലവിൽ ഹൈഡ്രജനെ കരുതാൻ കഴിയില്ല. ഭാവിയിൽ നമുക്കത് കിട്ടും. ഇപ്പൊ നിലവിൽ അങ്ങനെയല്ല എന്ന് ആലോചിച്ചോളുക. അപ്പോൾ സുലഭമായി കിട്ടാവുന്ന ഏറ്റവും വില കുറഞ്ഞ എന്ന് പറയാൻ പറ്റില്ല. സുലഭമായി കിട്ടുന്നില്ല. സൂര്യപ്രകാശം പോലെ സുലഭമായി കിട്ടുന്ന ഒന്നാണോ? അല്ല. അപ്പൊ അങ്ങനെ ഒരു ഊർജ്ജ സ്രോതസ് അല്ല ഹൈഡ്രജൻ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് അല്ല പ്രധാന കാരണമായിട്ട് വരുന്നത്. ഹൈഡ്രജന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നതിന് പ്രധാന കാരണമായിട്ട് അതല്ല വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തതിലേക്ക് വരാം. ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക. അത് നല്ല കാര്യം തന്നെ അല്ലേ. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഇത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, നമുക്ക് ഹൈഡ്രജനെ ഉപയോഗിക്കാൻ, അതായത് നിരവധി വഴികൾ വഴി ഹൈഡ്രജനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പൊ ആ വഴികൾ വഴി നമ്മൾ എന്ത് ചെയ്യുക? പ്രത്യേകിച്ച് നമുക്ക് പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ വഴി ഹൈഡ്രജനെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആ വഴിയിൽ കൂടെ കൂടുതൽ ഹൈഡ്രജനെ ഉപയോഗിച്ചെടുക്കുക എന്നുള്ളതാണ് നല്ലത്. ഏറ്റവും പ്രധാനമായിട്ടും ഫോസിൽ ഇന്ധനങ്ങൾ, കൂടുതൽ കാർബൺ മോണോക്സൈഡിനെ പുറത്തേക്ക് വിടുന്ന ഫോസിൽ ഇന്ധനങ്ങൾ യൂസ് ചെയ്യുന്നതാണോ, അത് നമുക്ക് കുറച്ചുകൂടെ നല്ലതായിട്ടുള്ള ഹൈഡ്രജനെ യൂസ് ചെയ്യുന്നതാണോ ബെറ്റർ? തീർച്ചയായിട്ടും ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? പുനരുപയോഗിക്കാൻ പറ്റുന്ന സ്രോതസ്സുകളിൽ നിന്ന് ആരെയാണ്? ഹൈഡ്രജനെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ശരിയായ നല്ല കാര്യം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അടുത്തത്, ഇതിന് ഊർജത്തിന്റെ ഉള്ളടക്കമില്ല, മാത്രമല്ല വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് മാത്രം ഉപയോഗിക്കുന്നു.
നമുക്കറിയാം ഹൈഡ്രജൻ ബസ്സുകൾ വരുന്ന കാര്യങ്ങളും ഹൈഡ്രജൻ പല രാജ്യങ്ങളിലും ഇന്ധനമായിട്ടൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വ്യാവസായിക ആവശ്യങ്ങൾക്ക് മാത്രമാണോ ഹൈഡ്രജൻ ഉപയോഗിക്കുക? അല്ല, പല ആവശ്യങ്ങൾക്കും ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഇനി ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ബാറ്ററികളിലാണ് ഇത് പ്രാഥമികമായിട്ട് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച ശേഷം എന്ത് ചെയ്യുക? ഹൈഡ്രജൻ, ഭാവിയുടെ ഇന്ധനമായിട്ട് നമ്മൾ കരുതുന്ന ഹൈഡ്രജനെ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും റൈറ്റ് ആയ വേ. ക്ലിയർ ആണ്? യെസ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടുത്തെ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, താൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് എന്ത് ചെയ്യുക? ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഹൈഡ്രജനെ എന്നുള്ള കാര്യം ശ്രദ്ധിച്ചു വെച്ച് ഇതാണ് നമ്മുടെ ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഏറ്റവും ഉയർന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള മൂലകം. ഓക്കെ, അഗൈൻ അടുത്ത ചോദ്യത്തിലേക്ക് വന്നു. ഇത് നമ്മുടെ എന്താണ് LSDS കാണുന്ന ചോദ്യങ്ങളല്ല, LSDS പരീക്ഷയുടെ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഏറ്റവും ഉയർന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള മൂലകം ഏതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ക്ലോറിൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഇലക്ട്രോൺസിനെ നേടാനുള്ള കഴിവാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരികയാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഭാഗത്തുള്ള എലമെന്റ് ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. പക്ഷെ ഓപ്ഷനിലേക്ക് നോക്കിയേ, എല്ലാവരും റൈറ്റ് ഭാഗത്ത് നടക്കുന്ന എലമെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാന്ന് ചോദിച്ചാൽ ഏറ്റവും റൈറ്റ് സൈഡിൽ മുകളിൽ ഇരിക്കുന്ന എലമെന്റ് ഉണ്ടോ നോക്കുക. അപ്പോൾ ആരൊക്കെയുണ്ട്? ഫ്ലൂറിനും ഓക്സിജനും മുകളിൽ ഇരിക്കുന്നത്. പക്ഷെ എങ്ങ് അറ്റത്താരായിരിക്കുന്നത്? ഫ്ലൂറിനാണ് ഇരിക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ഫ്ലൂറിൻ ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിൻ ആണ്. ഓർത്ത് വെച്ചേക്കുക. രണ്ടാം സ്ഥാനം ആർക്കാണ്? ഓക്സിജൻ ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഫ്ലൂറിനും. രണ്ടാം സ്ഥാനം ആർക്കാണ്? ഓക്സിജനുമാണ് കേട്ടോ. രണ്ടാം സ്ഥാനം ഓക്സിജനും. മൂന്നാം സ്ഥാനത്ത് ആരുണ്ട്? ക്ലോറിനും ഉണ്ട്. ഒന്നാം സ്ഥാനത്ത് ഫ്ലൂറിൻ, രണ്ടാം സ്ഥാനത്ത് ആരാണ്? ഓക്സിജൻ, മൂന്നാം സ്ഥാനത്ത് ആരാണ്? ക്ലോറിൻ ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ ക്രമം. ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടെത്തിയത് ലിനസ് പോളിംഗ് എന്ന് പറയപ്പെടുന്ന സയന്റിസ്റ്റ് ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടുപിടിച്ച ആളുടെ പേരും ലിനസ് പോളിംഗ് എന്നാണ്. ലിനസ് പോളിംഗിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ പ്രകാരം ഫ്ലൂറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 3.98 ആണ് കേട്ടോ. 3.98 ആണ്. ഈ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ എടുത്ത് വെച്ചിട്ട് പഠിക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂസ് എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക. ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലിൽ 0 മുതൽ വാല്യൂസ് ഉണ്ട് കേട്ടോ. 0 to 3.98 വരെയാണ്. അല്ലെങ്കിൽ 0 to 4 എന്നങ്ങ് പഠിക്കാം. റൗണ്ട് ചെയ്ത് 4 എന്നങ്ങ് പഠിക്കാം. അത്രയും വാല്യൂസ് എവിടെയുണ്ട്? ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലിൽ കാണാൻ സാധിക്കുന്നതാണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇതാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടോ, ഫ്ലൂറിൻ എന്ന് പറയപ്പെടുന്നതാണ് നമ്മുടെ ആൻസർ. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ എലമെന്റ് ഏതാണ്? ഫ്ലൂറിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചാൾസിന്റെ നിയമം അനുസരിച്ച്. അപ്പൊ ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു അടുത്ത നമുക്ക് വന്നത്. യെസ്, ചാൾസ് നിയമമൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. അപ്പൊ ആ ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ട് അതിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. വോളിയം താപനിലയ്ക്ക് പരോക്ഷമായ ആനുപാതികമാണ്. ഓപ്ഷൻ ബി, വോളിയം താപനിലയ്ക്ക് നേരിട്ട് ആനുപാതികമാണ്. അടുത്ത വോളിയം സമ്മർദ്ദത്തിന്, മർദ്ദമാണ് ഉദ്ദേശിച്ചത്, നേരിട്ട് ആനുപാതികമാണ്. വോളിയം മർദ്ദത്തിന് പരോക്ഷമായ ആനുപാതികമാണ്. ഓക്കെ, ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ നിന്ന് ചാൾസ് ലോ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ചാൾസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമെന്ന് കരുതുകയാണ്. ചാൾസിന് പ്രഷറാണ് അല്ലെ സ്ഥിരമായിട്ടുള്ളതെന്ന് പഠിച്ചിട്ടുണ്ട്. ചാൾസിന് എന്താണ്? പ്രഷറാണ് സ്ഥിരമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പുള്ളി എന്താ? TV ആണ് കാണുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. ബട്ട് ചാൾസ് എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് സ്ഥിരം എന്ന് പറയപ്പെടുന്ന എന്താണ്? അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആരാണ്? പ്രഷറാണ്. പ്രഷറുള്ള വ്യക്തി എന്താ എപ്പോഴും കാണുന്നത്? TV ആണ് കാണുന്നത്. അപ്പൊ ആരൊക്കെ തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്? താപനിലയും വോളിയവും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച വാതക നിയമങ്ങളിൽ ബോയിൽസ് ലോയിൽ മാത്രമേ വിപരീത അനുപാതം ഉള്ളൂ. ബാക്കി എല്ലായിടത്തും എന്താണ്? നേരനുപാതമാണ്. അപ്പൊ തീർച്ചയായിട്ടും ചാൾസ് ലോയിലും എന്താണ്? നേരനുപാതമാണ്. അപ്പൊ എങ്ങനെയാ വരുന്നത്? ഈ വോളിയം എന്ന് പറയപ്പെടുന്ന താപനിലയ്ക്ക് നേരനുപാതത്തിൽ ആയിരിക്കത്തില്ലേ? ആയിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. വോളിയവും താപനിലയും മാത്രമുള്ള ഓപ്ഷൻസ് നോക്കിയേ. ഇവിടെ താപനിലയുണ്ട്, പക്ഷെ വേറെ ആരുമില്ല അല്ലെ. അപ്പൊ ഇതിലേക്ക് വന്നാൽ വോളിയം അതേ കിടക്കുന്ന വോളിയം താപനിലയ്ക്ക് നേർ അനുപാതത്തിലാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ശരിയായ ആൻസർ. ഇവിടെ എല്ലാം മർദ്ദം കൊടുത്തേക്കാണ്. മർദ്ദം ഇവിടെ എന്താ? സ്ഥിരമാണ് അല്ലെ. മർദ്ദം ഇവിടെ സ്ഥിരമാണ്. അപ്പൊ നമുക്ക് ആൻസർ ഇട്ടിരിക്കുന്നു വോളിയം താപനിലയ്ക്ക് നേരിട്ട് ആനുപാതികമാണ് എന്നാണ് ഇവിടുത്തെ ശരിയായ ആൻസർ. അപ്പം പെട്ടെന്ന് നമ്മൾ ആൻസറിലേക്ക് എത്തി അല്ലെ. നമുക്ക് നിയമം അറിയാവുന്നതുകൊണ്ട് അപ്പോൾ എന്താണ്? ചാൾസ് നിയമം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇതാണ് വോളിയം താപനിലയ്ക്ക് നേരിട്ട് അനുപാതികമാണ് എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്.
ഓക്കെ, ചിലപ്പോൾ ഇത് വായിച്ചാൽ മനസ്സിലാവാത്തൊരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കണം കേട്ടോ. അതായത് LSCSന് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കണേ, അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അടുത്തതിലേക്ക് വരാം. ദാ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ, എന്താണ് മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിതമാസ്വാദകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും. നമ്മൾ ബൈഹാർട്ട് ആക്കി വെച്ചിരിക്കുന്ന കാര്യമാണ്. മർദ്ദമാണ് സ്ഥിരം, മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ എന്തായിരിക്കും? ഒരു നിശ്ചിതമാസ്വാദകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും. അപ്പൊ അതെങ്ങനെ പറയാം? V പ്രപ്പോർഷണൽ ടു T എന്ന് പറയാം. ഓക്കെ, പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇത് ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണ്. V ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു T എന്ന് പറഞ്ഞു. ഓക്കെ, പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമുക്ക് V ഈക്വൽ ടു K ഇൻറ്റു T എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? V ബൈ T ഈക്വൽ ടു K എന്ന് കിട്ടും. V ബൈ T ഈക്വൽ ടു K എന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഇത് വെച്ച് നമുക്കൊരു ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. എന്താണെന്ന് ചോദിച്ചാൽ V1 ബൈ T1 ഈസ് ഈക്വൽ ടു V2 ബൈ T2 എന്നൊരു ഇക്വേഷനിലേക്ക് എത്താം. V1 ബൈ T1 ഈസ് ഈക്വൽ ടു V2 ബൈ T2 എന്ന ഇക്വേഷനിലേക്ക് എത്താം. അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം പറയാം. നിങ്ങൾ പേപ്പർ എടുത്തിട്ട് ഈ ചോദ്യം ചെയ്ത് നോക്കാം. 27 ഡിഗ്രി സെൽഷ്യസിൽ 27 ഡിഗ്രി സെൽഷ്യസിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തം 150 ലിറ്റർ ആണെങ്കിൽ 27 ഡിഗ്രി സെൽഷ്യസിൽ 27 ഡിഗ്രി സെൽഷ്യസ് ആണ് പറഞ്ഞേക്കുന്നത്. ഒരു വാതകത്തിന്റെ വ്യാപ്തം 150 ലിറ്റർ ആണ് എങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ എത്രയായിരിക്കും? 0 ഡിഗ്രി സെൽഷ്യസിൽ എത്രയായിരിക്കും? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇവിടെ T1 തന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇവിടെ V1 തന്നിട്ടുണ്ട്. പിന്നെ ആരെ തന്നിട്ടുണ്ട്? T2 തന്നിട്ടുണ്ട്. V2 കണ്ടുപിടിക്കണം. ഇതിലെ ചെയ്യേണ്ടത് V2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കണ്ടായോ? യെസ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ് ഇക്വേഷൻ? V1 ബൈ T1 ഈസ് ഈക്വൽ ടു V2 ബൈ T2. വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കാം. V1 ആരാണ് ഇവിടെ തന്നേക്കുന്നത്? യെസ്, 150 ഡിഗ്രി സെൽഷ്യസ് 150 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, 150 തന്നിരിക്കുകയാണ്. T1 എത്ര തന്നിരിക്കുന്നത്? T1 കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? T1 എന്ന് പറയപ്പെടുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്തിലാ ചെയ്യേണ്ടത്? കെൽവിൻ സ്കെയിലാണ് ചെയ്യേണ്ടത്. ഇവിടെ 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയപ്പെടുന്ന കെൽവിൻ സ്കെയിലോട്ട് മാറ്റാൻ വേണ്ടി 273 അങ്ങോട്ട് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 300 കെൽവിൻ എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് വെച്ചേ ചെയ്യാവുള്ളൂ? താഴെ 300 കൊടുക്കുക. ക്ലിയർ ആണ്? ഇനി എന്ത് ചെയ്യണം? V2 അറിയില്ലല്ലോ, V2നെ കണ്ടുപിടിക്കണം. ഇനി T2 എന്ന് പറയപ്പെടുന്ന 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? ഡിഗ്രി സെൽഷ്യസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? 0 പ്ലസ് 273 ചെയ്യണം. അപ്പൊ എത്ര ആൻസർ വരും? 273 കെൽവിൻ എന്ന് കിട്ടും. അപ്പൊ കെൽവിനിലോട്ട് മാറ്റിയില്ലേ? അപ്പൊ അതാ 273 മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇനി എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് ക്രോസ് ചെയ്യാം. V2 ഈക്വൽ ടു എന്ത് ചെയ്യും? 150 ഇൻറ്റു 273 ബൈ 300 എന്ന് കിട്ടും ഇല്ലേ? ഇനി നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടും? 136.5 ലിറ്റർ എന്ന് കിട്ടും. 136.5 ലിറ്റർ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കണക്കൂടെ പ്രതീക്ഷിച്ച് പോവുക. മിക്കവാറും ഉണ്ടായിരിക്കുമെന്ന് കരുതുകയാണ്. അപ്പൊ ഈ ലെവലിലൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ ചാപ്റ്റർ നന്നായിട്ട് വായിച്ചിട്ട് പോകണം കേട്ടോ. അവിടെ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും എന്ന് കരുതുകയാണ്. ക്ലിയർ ആയില്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ചാൾസ് നിയമം നിത്യജീവിതത്തിൽ പ്രയോഗിക്കുന്ന കുറച്ച് സന്ദർഭങ്ങൾ കൂടി ടെസ്റ്റിലുണ്ട്. അതും കൂടി നമുക്കൊന്ന് നോക്കാം. അതിലൊന്നാണ് വേനൽക്കാലത്ത് വാഹനങ്ങളുടെ ടയറിൽ കുറഞ്ഞ മർദ്ദത്തിൽ വായു നിറയ്ക്കാറുള്ളൂ കേട്ടോ. വേനൽക്കാലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാഹനങ്ങളുടെ ടയറിൽ എന്ത് ചെയ്യാറുള്ളൂ? കുറഞ്ഞ മർദ്ദത്തിലെ വാഹനങ്ങളിൽ എന്ത് ചെയ്യാറുള്ളൂ? നമ്മൾ വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കാറുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ വോളിയം കൂടെ അങ്ങ് കൂടുകയാണല്ലേ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വോളിയം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ടയർ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കുറഞ്ഞ മർദ്ദത്തിൽ വേണം എന്ത് ചെയ്യാൻ? വാഹനങ്ങളുടെ ടയറിൽ എന്ത് നിറയ്ക്കാൻ? കാറ്റ് നിറയ്ക്കാൻ വേണ്ടി എന്ന് ഓർത്ത് വെച്ചിരിക്കാം. മറ്റൊന്നുണ്ട്, ദ്രാവക അവസ്ഥയിൽ നിന്ന് വേഗത്തിൽ വാതക അവസ്ഥയിലേക്ക് മാറുന്ന രാസവസ്തുവാണ് ദ്രാവക അമോണിയ, ലിക്വിഡ് അമോണിയ. അത് തുറക്കുന്നതിന് മുമ്പ് അല്പസമയം തണുത്ത വെള്ളത്തിൽ വെച്ചതിന് ശേഷമാണ് കുപ്പികൾ തുറക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കൂടെ? പെട്ടെന്ന് അങ്ങ് നീരാവിയായിട്ട് പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? തുറക്കുന്നതിന് മുമ്പ് ഒരല്പസമയം തണുത്ത വെള്ളത്തിൽ വെക്കണം. റൂം ടെമ്പറേച്ചറുമായിട്ടൊക്കെ ഒന്ന് ഇതാക്കണം. ഇതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അതിന് കുപ്പികൾ തുറക്കാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ദ്രാവക അമോണിയ ഉപയോഗിക്കാൻ സാധ്യമല്ല. അപ്പം ഇത് ഏത് ലോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ചാൾസ് നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതാണ് ചാൾസ് നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, അടുത്തത് 2n എന്താണ് HClന്റെ pH എത്രയാണ്? 2n HClന്റെ pH എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഇവിടെ HCl കിടക്കുമ്പോഴേ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് കൊടുത്തേക്കുന്നത്.
അപ്പൊ നോക്കുക, 7-നേക്കാൾ വലുത്, 7-നേക്കാൾ ചെറുത്, 0-ന് തുല്യം. പ്രവചിക്കാൻ കഴിയില്ല. PSC പറഞ്ഞേക്കുന്നുണ്ടോ പ്രവചിക്കാൻ കഴിയില്ല എന്ന്. തീർച്ചയായിട്ടും ഇതിന്റെ ആൻസർ എന്തായിരിക്കും ഇവിടെ വരിക? ഹൈഡ്രോക്ലോറിക് ആസിഡ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഹൈഡ്രോക്ലോറിക് ആസിഡ് നോക്കിക്കഴിഞ്ഞാൽ 7-നേക്കാൾ വലുതായിരിക്കുമോ? ചാൻസേ ഇല്ല. 0-ന് തുല്യമായിരിക്കുമോ? ചാൻസും ഇല്ല. അപ്പൊ ഏതായിരിക്കും വരിക? 7-നേക്കാൾ ചെറുത് എന്നുള്ളതേ വരത്തുള്ളൂ. ആസിഡ് അല്ലേ? അപ്പൊ 7-നേക്കാൾ ചെറുത് എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 7-നേക്കാൾ ചെറുത്. കണ്ടോ, 7-നേക്കാൾ ചെറുത് എന്നുള്ളതാണ് ആൻസർ. അപ്പൊ HCl, അതായത് 2NHClന്റെ pH ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? കണ്ടെത്തിയിരിക്കുന്നത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഓർത്തോളുക, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് കുടിവെള്ളത്തിന്റെ ഫ്ലൂറൈഡിന്റെ സ്വീകാര്യമായ അളവ് എത്രയാണ്? പഠിച്ചു വെച്ചോണം. കുടിവെള്ളത്തിലെ എന്തിനാണ്? ഫ്ലൂറൈഡിന്റെ. കുടിവെള്ളത്തിൽ എന്തുണ്ട്? ഫ്ലൂറിനുണ്ട്. ഈ ഫ്ലൂറിന്റെ അംശം കുടിവെള്ളത്തിൽ കൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഫ്ലൂറോസിസ് എന്ന് പറയപ്പെടുന്ന അവസ്ഥ. പല്ലിനെ ബാധിക്കുന്ന ഒരു ഡിസീസ് ആണ് ഇത്, ഫ്ലൂറോസിസ്. അപ്പൊ ഇത് എത്ര വേണമെന്ന് അറിയാമോ? എപ്പോഴും 1 mg/L ആണ് കേട്ടോ. 1 mg/L ആയിരിക്കണം എപ്പോഴും കുടിവെള്ളത്തിൽ സ്വീകാര്യമായിരിക്കുന്ന ഫ്ലൂറൈഡിന്റെ അളവ്. ഓർത്ത് വെച്ചോണം, 1 mg/L ആണ്. ക്ലിയർ ആണ്? അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. കണ്ടോ, 1 mg/L ആണ് എപ്പോഴും ആൻസർ ആയിട്ട് വരിക എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്തത് നമ്മുടെ ലായനിയുടെ ഗാഢതയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പുതിയ പുസ്തകമാണ്, അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണേ. ഇത് പാർട്സ് പെർ മില്യൺ ആണ് പറയുന്നത്. പാർട്സ് പെർ മില്യൺ. ഒരു നിശ്ചിത മാസ് ലായനിയുടെ 10/6, അതായത് ദശലക്ഷമാണ്. ലായനിയുടെ ദശലക്ഷം ഭാഗത്തിൽ എത്ര ഭാഗം ലീനം ഉണ്ടെന്ന അളവാണ് പാർട്സ് പെർ മില്യൺ. ഈസി ആയിട്ട് പറഞ്ഞുതരാം. ഒരു വലിയ വാട്ടർ ടാങ്ക്. ഓക്കെ, വാട്ടർ ടാങ്കിനകത്ത് ഒരു ചെറിയൊരു അളവിൽ വിഷം കലർന്നിരിക്കുകയാണെന്ന് കരുതുക, കുഞ്ഞൊരളവിൽ. അത് എത്ര ശതമാനം ഉണ്ട് എന്ന് കണ്ടെത്തുക, എത്രത്തോളം വിഷം കലർന്നിട്ടുണ്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതിനെയാണ് പാർട്സ് പെർ മില്യൺ. അതായത് നമുക്ക് വലിയ വാട്ടർ ടാങ്ക്, അതിനകത്ത് കുഞ്ഞളവിൽ ചേർന്നിരിക്കുകയാണ്. അപ്പം വാട്ടർ ടാങ്ക് എന്ന് പറയപ്പെടുന്നതിനകത്ത് ജലം നിറഞ്ഞിരിക്കുകയാണ്. ചെറിയ അളവിൽ ലീനം എന്ന് പറയപ്പെടുന്ന വിഷം കലർന്നിരിക്കുകയാണ്, സൊല്യൂട്ട് കലർന്നിരിക്കുകയാണ്. അപ്പൊ അതിനെ കണ്ടുപിടിക്കുന്ന മാർഗത്തെ വിളിക്കുന്ന പേരാണ് പാർട്സ് പെർ മില്യൺ. ഓക്കെ ആണ്. അതായത് മില്യണിൽ എത്ര പാർട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വളരെ കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ സാന്നിധ്യം പ്രസ്താവിക്കാനാണ് നമ്മൾ PPM ഉപയോഗിക്കുന്നത്. ആലോചിച്ച് നോക്കുക, വലിയ വാട്ടർ ടാങ്കിനകത്ത് ചെറിയ അളവിൽ മാലിന്യം എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക, അതെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? വളരെ കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ തന്നെയാണ് PPM നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് പറയാം. ഉദാഹരണത്തിന് കുടിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറിന്റെ അളവ് എപ്പോഴും എത്ര ആയിരിക്കണം? 4 ppm ആണ്. കുടിവെള്ളത്തിലെ ക്ലോറിന്റെ അളവ് 4 ppm. ശ്രദ്ധിച്ചു വെച്ചാൽ ഫ്ലൂറൈഡ് അല്ലേ മുമ്പേ പറഞ്ഞത്. ഇപ്പൊ ഓലോചിച്ച് വെച്ചാൽ ക്ലോറിന്റെ അളവ് എത്രയാണ്? 4 ppm ആണ്. ഇനി കടൽ വെള്ളത്തിൽ ലയിച്ച ഓക്സിജന്റെ അളവ് 5.8 ppm ആണ്. കടൽ വെള്ളത്തിൽ ലയിച്ച ഓക്സിജന്റെ അളവ് എത്രയാണ്? 5.8 ppm ആണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചുക. രണ്ടുമാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഇനി വ്യാവസായിക വൽക്കരണത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഹരിതഗ്രഹ വാതകങ്ങളിലൊന്നായ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അന്തരീക്ഷത്തിലെ അളവ് 270 ppm ആയിരുന്നു. എന്ന് വെച്ചാൽ വ്യാവസായിക വിപ്ലവം നടക്കുന്നതിന് മുമ്പ്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്നതിന് മുമ്പ് 270 ppm ആയിരുന്നു അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്. പക്ഷെ ഇപ്പോഴോ അത് 414 ppm ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 414 ppm ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇത് ppm-ലുള്ള അളവാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തിട്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? ഈ ഭാഗം കൂടി നല്ല രീതിയിൽ നോക്കിയിട്ട് പോവാം. ഓക്കെ, നമ്മൾ കുറച്ചധികം ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഓൾ.